ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പെപ്പർ ചിക്കൻ മസാലയാണ്. ഒരു നാടൻ രീതിയിലുള്ള ഒരു പെപ്പർ ചിക്കനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 600 ഗ്രാം ചിക്കൻ ഇറച്ചിയെടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. ഇനി നമുക്ക് അതിലേക്ക് മസാല 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ കുരുമുളക്, 2 വറ്റൽമുളക്, ഒരു 6-7 വെള്ളുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു അര സ്പൂണിലധികം വലിയ ജീരകം, അര സ്പൂൺ ചെറിയ ജീരകം, ഇത്രയും മസാല വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 സവോള, ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ ലോ ഫ്ലെയിമിലിടുക. അതായത് 2 സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക, 2 വറ്റൽമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ വലിയ ജീരകം ചേർത്ത് നമ്മൾക്കതൊന്ന് ചൂടാക്കി എടുക്കണം. ചെറിയ ജീരകം കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നതല്ല. വറ്റൽമുളകും വളരെ കുറച്ച്, ഒരു ചെറിയ കളറിന് വേണ്ടി മാത്രം നമ്മൾ 2 ഇട്ടിട്ടുള്ളൂ. 1 സ്പൂണ് കുരുമുളകുണ്ട്, പച്ചമുളകുണ്ട്, അതിനെല്ലാം നല്ല എരിവുണ്ടാകും. ചെറിയ ജീരകം ചേർത്ത് നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. എന്നിട്ട് ചെറു ചൂടോടെ ഞാനതൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ തന്നെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ആ പൊടിച്ച മസാല കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഗരം മസാലയാണ് ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തു. ഒരല്പം ഉപ്പും ചേർത്തു. ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മസാല എല്ലാ സ്ഥലത്തും പിടിച്ച് വരാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് ഒന്നുകൂടി ഞാനതൊരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ശരിക്കും ആ ഉപ്പും മുളകും എരിവും എല്ലാം പിടിച്ച് വരട്ടെ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു കടായി അടുപ്പിൽ വെച്ചു. ഒരു 1.25 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ സവോള നല്ല പൊടിയായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിടുക ഈ സമയത്ത്. ഇനി പച്ചമുളകും അതേപോലെ നല്ലപോലെ പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ചതച്ച് ചേർത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പച്ചമുളകും കുരുമുളകും ചേർന്ന ഒരു ചിക്കൻ കറിയാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് ചേർക്കുക. ഒരു 1.5 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇനി നമ്മൾക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് ഇതേപോലെ ഞാൻ ചതച്ചിരിക്കുകയാണ്, അതും ചേർക്കുക. 1 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അപ്പോൾ അത്ര തന്നെ വേണം, അപ്പോഴാണ് നല്ല രുചി ഉണ്ടാവുള്ളൂ. അതുകൂടി ചേർത്തു. ഇപ്പോൾ സവാള എല്ലാം ഇതേപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ആ 1 തക്കാളി, അതും പൊടിയായി തന്നെ കട്ട് ചെയ്ത് ചേർക്കണം. അപ്പോൾ എല്ലാം നമ്മൾ പൊടിയായി തന്നെ കട്ട് ചെയ്ത് ചേർക്കുക. അതും കൂടി ചേർത്ത് നമ്മളൊരു 1.5 മിനിറ്റ് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതേപോലെ ഒരു കണ്ടീഷനായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും സവാളയിലൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഒന്ന് അല്പം കുറച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഉടനെ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഈ രീതിക്ക് ചിക്കൻ പെപ്പർ മസാല ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാടൻ രീതിയിലുള്ള നല്ല അടിപൊളി കറിയാണ്. എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാനും നല്ല രുചിയാണ്. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ബൗൾ കഴുകിയ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു 3/4 ഗ്ലാസ് വെള്ളം ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരാനുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചൊരു 10-12 മിനിറ്റ് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വേണം. ഞാനിതിപ്പോൾ ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നോക്കുന്നത്. ഇതേപോലെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഒരു 3/4 വേവൊക്കെ ആയിട്ടുള്ളൂ. ഇനി നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിൽ അതോടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും ചിക്കനൊക്കെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ മസാല തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കനൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവി ഈ ഒരു കണക്കിലാണ് വേണ്ടത്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില അത്യാവശ്യം ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല രുചി ഉണ്ടാവുള്ളൂ. ചപ്പാത്തിക്കും പത്തിരിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. ഇനി നമ്മൾക്ക് വന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു
5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെ അടിപൊളി പെപ്പർ ചിക്കൻ മസാല നാടൻ രീതിയിൽ ഉണ്ടാക്കിയത് ഇവിടെ റെഡിയായി വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ചപ്പാത്തിൻ്റെ കൂടെ ഈ ഒരു പെപ്പർ ചിക്കൻ മസാല ഉഷാറായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.